നമുക്കിന്ന് എലിയെ പിടിക്കുന്ന ഒരു പൂച്ചയുടെ ഗെയിം ഡെവലപ്പ് ചെയ്താലോ? ആദ്യമായി സ്ക്രാച്ച് ഓപ്പൺ ചെയ്യാം. ശേഷം പൂച്ചയുടെയും എലിയുടെയും സ്പ്രൈറ്റ് ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. സ്പ്രൈറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. ദാ ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്യാറ്റിനെയും മൗസിനെയും സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ക്യാറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ മൗസ്, ഓക്കെ, സ്റ്റേജിലെ 2 ക്യാരക്ടേഴ്സും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് വരാം. മൗസ് ഇവിടെ എന്താ ചെയ്യുന്നത്? മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനായിട്ട് മോഷനിൽ പോയി മൂവ് 10 സ്റ്റെപ്സ് എന്ന കോഡ് ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇതെങ്ങനെയാണ് മൂവ്മെൻറ്റ് വരിക? ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ മൂവ്മെൻറ്റ് ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിൽ പോയി റിപ്പീറ്റ് 10 ടൈംസ് എന്ന ഈ കോഡ് ബ്ലോക്ക് ഡ്രാഗ് ചെയ്ത് മൂവ് 10 സ്റ്റെപ്സ് അതിനുള്ളിൽ കൊണ്ടുവന്നിടുന്നു. സോ ഈ ഒരു സ്ക്രിപ്റ്റ്, അതായത് ഈ 2 കോഡ് ബ്ലോക്കും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? 10 ടൈംസ് 10 സ്റ്റെപ്സ് റൺ ചെയ്തു. മൗസിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകാനായിട്ട് നമുക്ക് കോസ്റ്റ്യൂമിലേക്ക് വരാം. കണ്ടോ? മൗസ് 1A, മൗസ് 1B എന്നീ 2 കോസ്റ്റ്യൂമുകളാണ് മൗസിനുള്ളത്. ഇത് മാറി മാറി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മൗസിൻ്റെ കാലും വാലും ഒക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഓവറോൾ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടും. സോ ആ ഒരു റിയലിസ്റ്റിക് മൂവ്മെൻറ്റിനായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് വീണ്ടും വരാം. ദെൻ ലുക്സിൽ പോയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന ഈ കോഡ് ബ്ലോക്ക് കൂടെ ഈ റിപ്പീറ്റിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? കാലും വാലും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടൊരു മൂവ്മെൻറ്റും കിട്ടുന്നുണ്ട്. ഈ മൂവ്മെൻറ്റ് കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് ഞാൻ കൺട്രോളിൽ പോയിട്ട് വെയിറ്റ് എന്നൊരു ബ്ലോക്ക് കൂടെ ഡ്രാഗ് ചെയ്തിടുന്നു. ആ വെയിറ്റിൻ്റെ 1 സെക്കൻഡ്സ് മാറ്റി 0.1 സെക്കൻഡ്സ് ആക്കുന്നു. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ കണ്ട കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഇനി ഇവിടുത്തെ ഒരു ചെറിയ പ്രോബ്ലം എന്താ? ഇത് മൂവ് ചെയ്ത് എലി എങ്ങോട്ടേക്കാണ് പോകുന്നത്? സ്ക്രീനിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഷനിലേക്ക് വരാം. ദെൻ ഇഫ് ഓൺ എഡ്ജ് ദെൻ ബൗൺസ്, ഈ ഒരു കോഡ് ബ്ലോക്ക് കൂടെ ഉപയോഗിക്കാം. സോ ഇതൊന്ന് റൺ ചെയ്താൽ എഡ്ജിൽ വരുന്ന മൗസ് എഡ്ജിൽ തട്ടിയതിന് ശേഷം തിരിച്ച് ബൗൺസായി വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി മൗസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതും നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ളതുമായിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൺട്രോളിൽ പോയി ഫോർ എവർ എന്ന കോഡ് ബ്ലോക്ക് എടുക്കാം. അതിനുള്ളിലേക്ക് നമ്മുടെ ഈ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. സോ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ മൗസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 10 സ്റ്റെപ്സ് മൂവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് കോസ്റ്റ്യൂംസ് വരുന്നു, വെയിറ്റ് ചെയ്യുന്നു, എഡ്ജ് ആണെങ്കിൽ ബൗൺസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ ലൈനിൽ തന്നെയല്ലേ മൂവ് ചെയ്യുന്നത്. ഒരു ആംഗിൾ വ്യത്യാസമൊന്നും വലുതായിട്ട് ഇല്ല. സോ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വരാം, മോഷനിൽ വരാം. ശേഷം ടേൺ 15 ഡിഗ്രീസ് എന്ന ഈ ഒരു കോഡ് ബ്ലോക്ക് 4 എവറിനുള്ളിൽ പറഞ്ഞു കൊടുക്കാം. അതായത് 10 ടൈംസ് മൂവ് 10 സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? 15 ഡിഗ്രി ടേൺ ചെയ്തതിന് ശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഇവൻസിൽ പോയി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് കൊടുക്കാം. അതായത് ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസിൻ്റെ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? 10 സ്റ്റെപ്സ് മൂവ് ചെയ്തതിന് ശേഷം ആംഗിൾ മാറുന്നുണ്ട്, വീണ്ടും മൂവ് ചെയ്യുന്നുണ്ട്, വീണ്ടും ആംഗിൾ മാറുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഗെയിം കുറച്ച് പ്രഡിക്റ്റബിൾ ആണ്. അതായത് 10 സ്റ്റെപ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ദെൻ 15 ഡിഗ്രിയാണ് തിരിയുന്നത്. കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിഗ്രിയുടെ നമ്പേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഓപ്പറേറ്റേഴ്സിൽ വരാം. ദെൻ പിക്ക് റാൻഡം 1 to എത്ര ഡിഗ്രി വരെ എടുക്കാം? നമുക്ക് 360 ഡിഗ്രി വരെ എടുക്കാം. ഓക്കെ, സോ 1 തൊട്ട് 360 ഡിഗ്രിയിൽ ഏതേലും ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് ടേൺ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ ചേഞ്ച് ഇൻ ഡയറക്ഷൻ്റെ ഡിഗ്രിക്ക് വ്യത്യാസം വന്നു, വിച്ച് ഇസ് റാൻഡം.
ഇനി നമുക്ക് ഈ റാൻഡംനെസ് ഇവിടെയും കൊണ്ടുവരാം, റിപ്പീറ്റിൽ കൊണ്ടുവരാം. റിപ്പീറ്റ് നമുക്ക് 10 സ്റ്റെപ്സ് എപ്പോഴും വേണ്ട. ഒരു 1 to 10 ഏതെങ്കിലും ഒരു നമ്പർ റാൻഡം ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 10 സ്റ്റെപ്സ് വരെ മൂവ് ചെയ്യുന്നില്ല. ചിലപ്പോൾ 2 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ 3 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്ഷനും റാൻഡം ആണ്. ഞാൻ ഈ മൗസിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നു, വിച്ച് ഇസ് ഒരു 70. ദെൻ ക്യാറ്റിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക അല്ലേ, വിച്ച് ഇസ് ഓൾസോ ഒരു 80 വേണ്ട, 70 തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മൗസിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒരു റാൻഡം പൊസിഷനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു റാൻഡം പൊസിഷൻ എന്ന ഈ കോഡ് ബ്ലോക്കോടെ ഡ്രാഗ് ചെയ്ത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്നിടാം. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൗസ് റാൻഡം പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യുന്നു, അതായത് ഈ ഒരു സ്റ്റേജിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യുന്നു. ദെൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുകളിലത്തെ പൊസിഷൻ എന്നാണെങ്കിൽ വീണ്ടും വേറെ പൊസിഷനിൽ, അതായത് ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇത്രയായപ്പോഴത്തേക്കും മൗസിൻ്റെ കോഡിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാറ്റിൻ്റെ കോഡിലേക്ക് വരാം. സോ ക്യാറ്റിന് എന്താണ് വേണ്ടത്? ക്യാറ്റ് എന്താണ് ചെയ്യുന്നത്? ക്യാറ്റ് മൗസിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ മൗസിൻ്റെ ഡയറക്ഷനിലേക്ക് ആദ്യം പോയിന്റ് ചെയ്യണം. അതിനായിട്ട് പോയിന്റ് ടുവേർഡ്സ് മൗസ്. സോ ക്യാറ്റിൻ്റെ സ്ക്രിപ്റ്റ് ഏരിയയിലാണ് വന്നേക്കുന്നത്. ക്യാറ്റിൻ്റെ കോഡ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത്. അതിൽ പോയിന്റ് ടുവേർഡ്സ് മൗസിലേക്ക് പോയിന്റ് ടുവേർഡ്സ് മൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം? മൗസിലേക്ക് പോയിന്റ് ചെയ്തിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, സോ ക്യാറ്റിൻ്റെ ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ 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 റൺ ചെയ്യുമ്പോൾ. സോ ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോളിൽ പോയിട്ട് ഫോർ എവർ ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിടാം. അതിനുള്ളിൽ പോയിന്റ് ടുവേർഡ്സ് മൗസും മൂവ് 10 സ്റ്റെപ്സും കൊടുക്കാം. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഇത് രണ്ടും ടച്ച് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം വന്നു. സോ ആ ഒരു പ്രോബ്ലം നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് കൺട്രോളിൽ വരാം. ഇഫ് ദെൻ എന്ന ഈ ഒരു കോഡ് ബ്ലോക്ക് ഡ്രാഗ് ചെയ്തിടാം. സോ മൂവ് ചെയ്ത് ക്യാറ്റ് മൂവ് ചെയ്ത് മൗസിനെ ടച്ച് ചെയ്താൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ദ ടച്ചിങ്, ഇഫ് ക്യാറ്റ് ഇസ് ടച്ചിങ് ദ മൗസ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കോഡും സ്റ്റോപ്പ് ചെയ്യണം. സോ അതിനായിട്ട് കൺട്രോളിൽ വരാം, സ്റ്റോപ്പ് ഓൾ എന്ന ഒരു കോഡ് ബ്ലോക്ക് ഇഫിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം. സോ ഇതെന്താ പറയുന്നത്? ഈ ഒരു ഇഫ് ട്രൂ ആണോ എന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇഫ് കണ്ടീഷനിലുള്ളിലുള്ള ഈ സ്റ്റോപ്പ് ഓൾ എന്ന കോഡ് ബ്ലോക്ക് റൺ ചെയ്യും. ഈ സ്റ്റോപ്പ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്രിപ്റ്റുകളും എല്ലാ കോഡ് ബ്ലോക്കിനെയും സ്റ്റോപ്പ് ചെയ്യും. സോ ഈ ഒരു കോഡ് റൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇവൻറ്റ്സ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് ആവുമ്പോഴാണ്. സോ അതും കൂടെ പറഞ്ഞു കൊടുക്കാം. ക്യാറ്റിനൊരു റാൻഡം സ്റ്റാർട്ടിംഗ് പൊസിഷൻ കൂടെ കൊടുക്കാം. സോ ഗോ ടു റാൻഡം സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, സോ ഇത്രയായപ്പോൾ ക്യാറ്റിൻ്റെ കോഡും കഴിഞ്ഞു. ഒരു ബാക്ക് ഡ്രോപ്പ് കൂടെ. ഓക്കെ, നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം.